ഹരേ ഗുരുവായൂരപ്പാ ശരണം. ഈ ലോക ജീവിതത്തിൽ ഈശ്വര സങ്കല്പം ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. വിശക്കുന്നവന് ഈശ്വരൻ ആഹാരമാണ്. മുറിവേറ്റ് അവശത അനുഭവിക്കുന്നവന് അനുചിത ചികിത്സയും, ഒറ്റപ്പെട്ടവന് കൂടെയുണ്ട് എന്നൊരു വാക്കും, മനോവേദന അനുഭവിക്കുന്നവന് ഒരു പുഞ്ചിരി പോലും ഈശ്വരനാകാറുണ്ട്. മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകി സംരക്ഷിക്കുവാനും, വൃക്ഷലതാദികൾക്ക് വെള്ളവും വെളിച്ചവും വളവും നൽകുന്ന പ്രകൃതിയും ഈശ്വര നിശ്ചയം അനുസരിച്ച് ഇവിടെ ആർക്കും എന്തും ചെയ്യാനോ ചിന്തിക്കാനോ പ്രവർത്തിച്ചു നേടാനോ ഒക്കെ സാധിക്കൂ. എന്നാൽ ഈശ്വര സങ്കല്പങ്ങൾ പലർക്കും പലതാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരന് നിരക്കാഴിക പോലും പലർക്കും പലതാണ്. ഒരാൾക്ക് ശരി എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ഏറ്റവും വലിയ തെറ്റായിരിക്കാം. അങ്ങനെ നോക്കിക്കാണുമ്പോൾ കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഇവിടെ ഈശ്വരൻ. നാം 100 ശരികൾ ചെയ്താലും ആരും നമ്മളെ അഭിനന്ദിക്കണം എന്നില്ല. എന്നാൽ നാം കേവലം ഒരേ ഒരു തെറ്റ് ചെയ്താൽ അത് മതി നമ്മളെ വിലയിരുത്താനും, വിമർശിക്കാനും, ആക്ഷേപിക്കാനും, പരിഹസിച്ച് ചിരിക്കാനും. ചുറ്റും ഒരുപാട് പേരുണ്ടാകും. അതുകൊണ്ട് തന്നെ വിമർശനങ്ങളെയും അനുമോദനങ്ങളെയും ശ്രദ്ധിക്കാതെ ലക്ഷ്യബോധത്തോടെ നിരന്തരം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് തന്നെ ദൈവാധീനം. ഓരോരുത്തരുടെയും മനസ്സിൽ തന്നെയാണ് ഈശ്വരനും ചെകുത്താനും എല്ലാം കുടികൊള്ളുന്നത്. സ്നേഹ ആദരങ്ങളോടെ ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.